ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഋതുകൃഷ്ണയുടെ KM കൃഷ്ണൻകുട്ടിയുടെ മകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. എഴുത്തുകാരിയും അധ്യാപികയുമായ ഋതുകൃഷ്ണ രചിച്ച KM കൃഷ്ണൻകുട്ടിയുടെ മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം എളനാട്ടിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നടന്നു. കർഷക സംഘം മേഖലാ സെക്രട്ടറിയും CPM എളനാട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന KM കൃഷ്ണൻകുട്ടിയുടെ 1ാം ചരമ വാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ മകൾ തന്നെ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് എന്നത് ചടങ്ങിനെ ഹൃദ്യമാക്കി. എളനാട് മിനി പുറക്കുളം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ യുവ പ്രദീപ് MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. പുസ്തകം വായിച്ചപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തും കുടുംബനാഥൻ്റെ സ്ഥാനത്തും ആ കുടുംബത്തിന് എത്ര വേണ്ടപ്പെട്ടവരായിരുന്നു എന്നത് നമുക്ക് ആ പുസ്തകം നോക്കിയാൽ മനസ്സിലാക്കി. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കുന്ന ഒരാളായിരുന്നു കൃഷ്ണൻകുട്ടിയിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആർക്കും എന്ത് തരത്തിലും തർക്കമുണ്ടായിരുന്നു ആ തത്വത്തിന് ഒറ്റ മറുപടി കൃഷ്ണൻകുട്ടിയിൽ പറഞ്ഞ ആ മറുപടി ഏതാണ് എന്ന് വളരെ കൃത്യമായി ഇത് ആ പുസ്തകത്തിൽ കൃത്യമായി എഴുതി. KM കൃഷ്ണൻകുട്ടിയുടെ പത്നി ഓമന കൃഷ്ണൻകുട്ടിക്ക് ആദ്യ പ്രതി നൽകിക്കൊണ്ടാണ് MLA പുസ്തകം പ്രകാശനം ചെയ്തത്. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപിക ശ്രീജ പ്രേം പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EN വാസുദേവൻ, KC ജോർജ്, തിരുമണി വാർഡംഗം സജി, അധ്യാപിക ഐഷ BV, ദർശന ശ്രീനിവാസ്, റിട്ടയർഡ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി കുശലകുമാരൻ, ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രസാദ്, ഇന്ത്യൻ ആർമി റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ സുരേന്ദ്രൻ, മുകുന്ദൻ, KM അഭിമന്യു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് എഴുത്തുകാരിയും അധ്യാപികയുമായ ഋതുകൃഷ്ണയെ ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് CCV.